സ്കൂൾ സമയമാറ്റ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എതിർപ്പുള്ളവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ അത് തീരുമാനം പുനഃപരിശോധിക്കാനല്ല. സ്കൂളുകളിലെ പാദപൂജ അംഗീകരിക്കാനാകില്ല. ഗവർണർ ബിജെപിക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കുകയാണെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്കൂൾ സമയമാറ്റത്തിൽ എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുന്നതിന് സർക്കാരിന് ഒരു മടിയുമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം മാറ്റാനല്ല ചർച്ച നടത്തുന്നത്, അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി പറഞ്ഞു. സമയമാറ്റ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല. സമസ്ത അടക്കം പരാതിയുള്ളവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ചർച്ചകൾ തുടരുകയാണ്. അതായത് സംസ്ഥയുടെ ഉന്നത ഭാരവാഹികളുമായി ഞാനിന്ന് കണ്ണൂർ വന്നതിന് ശേഷം സംസാരിച്ചു. ജിഫ്രി തങ്ങളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അതിനൊരു വേദി തിരുവനന്തപുരത്ത് ഒരുക്കാമെന്ന് പറഞ്ഞു. അവരത് സമ്മതിച്ചിട്ടുണ്ട്. അവർ മാത്രമല്ല മറ്റാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ വന്നിട്ടില്ല. മറ്റെല്ലാവരുമായിട്ടും സംസാരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 47 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു താല്പര്യമാണ് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത്. എന്നാൽ ഗവൺമെൻറ് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ വിശ്വാസത്തിനോ അവരുടെ പ്രാർത്ഥനയ്ക്കോ ഒന്നും നമ്മൾ എതിരില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ അക്കാഡമിക്കായിട്ടുള്ള മുന്നേറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളിൽ നടന്ന പാദപൂജയുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് പരിമിതിയുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നത് വിശദമായി പരിശോധിക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയോ പൂർവ്വ അധ്യാപകരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും പ്രമാണിമാരുടെയോ കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ ഒരു സ്കൂളിൽ നടക്കില്ല. അപ്പോൾ നടന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്, ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ NOC കൊടുക്കുക മാത്രമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതിയുണ്ട്. എങ്കിൽ തന്നെയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഏത് പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്നതിനുള്ള അധികാരം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ഇവിടെ ഒരു ആലപ്പുഴ ജില്ലയിൽ മറ്റോ ഉള്ള ഒരു BJP നേതാവിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും കാല് കഴിയുകയാണ്. അപ്പോൾ ഇത് ഒരു പഴയ കാലഘട്ടത്തെ ഒരു വിശ്വാസത്തിലേക്ക്, പുരോഗമനപരമല്ലാത്ത മതേതരത്വമല്ലാത്ത വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു പരിശ്രമമാണ്. പാദപൂജയിൽ ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ. RSS സംരക്ഷണയിൽ പാദപൂജ നടത്തിയാൽ നിയമപരമായി സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകാനാകില്ല. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശം ഗവർണർക്കെതിരെയാണ്. ഗവർണർ സ്ഥാനമൊഴിയുകയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. BJP രാഷ്ട്രീയ പ്രവർത്തനത്തിനടക്കം ഗവർണറെ നിയോഗിച്ചിരിക്കുകയാണെന്നും ശിവൻകുട്ടി ആരോപിച്ചു. രാജ്ഭവൻ RSSന്റെ താവളമാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.